കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഈ സ്ക്രീനിനകത്ത് നമുക്ക് ഏറ്റവും താഴെ കാണുന്നത് ഇതിന് നമ്മൾ പറയുക സ്റ്റാർട്ട് ബട്ടൺ എന്നാണ് പറയുക. ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന സ്ക്രീനാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മൾ താഴെ കാണുന്ന ഈ ഒരു ലൈനിനെ നമ്മൾ പറയുന്ന ടാസ്ക് ബാർ എന്നാണ് പറയുക. ഈ ടാസ്ക് ബാറിനകത്ത് നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ നെറ്റ് കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും ഇവിടെ ക്ലിക്ക് ചെയ്താൽ. അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ് എന്നാണ് പറയുക. ഓക്കെ, പിന്നെ നമ്മളിവിടെ കുറേ ഫയലുകൾ ഫോൾഡേഴ്സൊക്കെ കാണുന്നുണ്ട്. ഇതിന് നമ്മൾ പറയുന്നത് ഐക്കൺ എന്നാണ്. അപ്പോൾ ഇത് ഒരു PDF ഫയലാണ്. അത് PDF ഫയലിനെ സൂചിപ്പിക്കുന്ന ഒരു ഐക്കണാണ്. ഇത് വേർഡ് ഫയലാണ്. അതൊരു വേർഡ് ഫയലിനെ സൂചിപ്പിക്കുന്ന ഐക്കണാണ്. അതുപോലെ ഒരുപാട് ഐക്കൺസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനെയും നമ്മൾ പറയുന്ന പേരാണ് ഐക്കൺ എന്നാണ് പറയുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. അതുപോലെ ഈ ഒരു ഏരിയനെ ടാസ്ക് ബാർ എന്ന് പറയും. അതുപോലെ ഡെസ്ക് ടോപ്പാണ് ഈ മൊത്തം പ്രതലത്തെ ഡെസ്ക് ടോപ്പ് എന്ന് പറയും. ഇതൊക്കെ ഐക്കണുകളാണ്. നമ്മൾ ഈ മൂവ് ആവുന്ന ഈ ഒരു ആരോ, ഇതിന് നമ്മൾ മൗസ് പോയിൻ്റർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ, ഷട്ട് ഡൗൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ആവും. ഓക്കെ.